ശ്രീ ഗണപതിക്ക് നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് മകരക്കൂർ നോക്കാം. ഉത്രാടം തിരുവോണാവിട്ട് ഇന്ന് നാളാണ് മകരക്കൂർ. ഉത്രാടം അവസാനത്തെ പകുതി, തിരുവോണാവിട്ട് ആദ്യ പകുതി. നമ്മളിപ്പോൾ വൃശ്ചിക മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. പുതിയ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗത്തിൽ കയറ്റം പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് നല്ലൊരു സമയമാണ്. പ്രശസ്തി ഉണ്ടാവും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. അതും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. പണമിടപാടുകളിൽ കൃത്യത പുലർത്തും. കൃത്യമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി സാധിച്ചെടുക്കാൻ കലാരംഗത്ത് പ്രശസ്തി കിട്ടുമെങ്കിലും ചെറിയൊരു വിഷമസന്ധിയുണ്ട്. എന്നാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാൻ പറ്റും. അകന്നിരിക്കുന്ന കുടുംബങ്ങൾ അടുക്കും. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ട്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. ആരോഗ്യനില തൃപ്തികരമാണ്. ദൂരയാത്ര കൊണ്ട് ഗുണമുണ്ടാകും. മാസമധ്യം കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് മിക്ക നാളുകാർക്കും. പ്രവർത്തന രംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. കുടുംബസുഖം, ബന്ധുഗുണമൊക്കെ ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെ ഒന്നിക്കും. പഠന നിലവാരം ഉയരും. ബിസിനസ്സിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഗുണം ഒരുപാടുണ്ടാകണം. അത് കിട്ടുന്നതിന് വേണ്ടി ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ശിവഭജനം നടത്തുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിക്കുക. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ അത് സങ്കല്പിച്ചുകൊണ്ട് നെയ്വിളക്ക് കത്തിക്കുക. ഇത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം. നന്ദി.